കേരള സ്റ്റോറി എന്ന വിദ്വേഷ സിനിമ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പ്രദർശിപ്പിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി എറണാകുളം അങ്കമാലി അതിരൂപത. കേരള സ്റ്റോറിയെ നല്ല പാഠമാക്കുന്നവർ മണിപ്പൂരിനെ മറന്നോ എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപ്രസിദ്ധീകരണമായ സത്യദീപം മുഖപ്രസംഗത്തിലൂടെ ചോദിച്ചു. കേരളത്തിൽ സാമുദായിക വിഭജനമുണ്ടാക്കുക, കേരളത്തെ അപകീർത്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ സംഘപരിവാർ നിർമ്മിച്ച കേരള സ്റ്റോറി എന്ന വിദ്വേഷ സിനിമ ഇടുക്കി അതിരൂപതയ്ക്ക് കീഴിലുള്ള ചില ദേവാലയങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിനെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപ്രസിദ്ധീകരണമായ സത്യദീപം മുഖപ്രസംഗത്തിൽ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. വിദ്വേഷത്തിന്റെ കേരള സ്റ്റോറിയെ നല്ല പാഠമാക്കിയവർ മണിപ്പൂരിനെ മറന്നത് മനഃപൂർവ്വമാണോ എന്ന് മുഖപ്രസംഗം ചോദിക്കുന്നു. പള്ളിയിലെ കാര്യം പള്ളിക്കാർ നോക്കുമെന്ന് ആക്രോശിക്കുന്നവർ ഉത്തരേന്ത്യയിൽ നൂറുകണക്കിന് പള്ളികൾ സംഘപരിവാർ തകർത്തത് പള്ളി പരിപാടി തന്നെയായി കണക്കാക്കുമോ എന്നാണ് മറ്റൊരു ചോദ്യം. പ്രണയക്കിണിയെക്കുറിച്ച് പഠിപ്പിക്കാൻ ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കേണ്ടതില്ലെന്നും സത്യദീപം ചൂണ്ടിക്കാണിക്കുന്നു. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി അതിരൂപതയുടെ നടപടിക്കെതിരെ ക്രിസ്തുമത വിശ്വാസികൾക്കിടയിൽ ഉയരുന്ന ശക്തമായ പ്രതിഷേധമാണ് സത്യദീപം മുഖപ്രസംഗത്തിൽ പ്രതിഫലിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.